ഈ വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ മൊഴികൾ ശേഖരിക്കാൻ ഒരുങ്ങി ക്രൈംബ്രാഞ്ച്. യുവനടി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാകും ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക. അതിനിടെ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് വ്യാപക പരിശോധന തുടങ്ങി. ഒരേ സമയം ക്രൈംബ്രാഞ്ചിന്റെ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ രണ്ട് വ്യത്യസ്ത കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷിക്കുന്നത്. ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തലുകളിലേക്ക് കടന്നേക്കും. ആദ്യഘട്ടത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തിയ റിനി ആൻഡ് ജോർജ്, അവന്തിക, ഹണി ഭാസ്കരൻ എന്നിവരുടെ മൊഴിയെടുക്കും. രണ്ടു വ്യത്യസ്ത ടീമുകളായി തിരിച്ച് എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനാണ് നീക്കം. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള പരാതികൾ മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുൻപിലുള്ളത്. രാഹുലിനെതിരെ ഉചിതമായ നടപടിയെടുത്തു എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവർത്തിച്ചു. ജനങ്ങൾക്ക് ഇതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേയറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പിന്തുണയും നൽകുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല. അതിനിടെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ടും ക്രൈംബ്രാഞ്ച് നടപടികൾ സജീവമാക്കി. രാഹുലുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപക പരിശോധന നടത്തി. രണ്ടു സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ പരിശോധനയിൽ KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി നുബിൻ ബിനുവിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ രാഹുലിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ചോദ്യം ചെയ്യാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ച് ഇന്ന് വ്യാപകമായ പരിശോധന നടത്തുന്നത്. രാഹുലുമായി അടുപ്പമുള്ള പ്രവർത്തകരുടെ അടൂരിലെ വീടുകളിലായിരുന്നു റെയ്ഡ്. KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി നുബിൻ ബിനുവിന്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഇപ്പോഴും ഈ പരിശോധന തുടരുകയാണോ? നാളെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകുമോ? വിജയകുമാർ, ഈ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം നടത്തിയ പരിശോധന ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രണ്ട് ടീമായി തിരിഞ്ഞാണ് അടൂരിലെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു സംഘം പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് നിലവിൽ പിടിച്ചെടുത്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നുബിൻ ബിനുവിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹം മുമ്പ് ഉപയോഗിച്ചിരുന്ന പഴയ ആൻഡ്രോയിഡ് ഫോൺ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെടുത്തത്. ഈ ഫോണിൽ പഴയ ഈ ID കാർഡ് കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടങ്ങളിലെ ചില വിവരങ്ങൾ ഒക്കെ ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫോൺ പിടിച്ചെടുത്തതെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഇനി ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക എന്നൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ പെട്ടെന്ന് രഹസ്യമായി രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയത്. നിലവിൽ ഈ സംഘം പരിശോധന പൂർത്തിയാക്കിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഞാനിപ്പോൾ ഉള്ളത് രാഹുലിൻ്റെ നെല്ലിമുകളിലെ വീടിന് മുമ്പിലാണ്. രാഹുൽ മാങ്കൂട്ടം ഈ വീട്ടിൽ തന്നെയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ തന്നെ തുടരുന്ന സാഹചര്യവുമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് സംഘം രാഹുലിൻ്റെ വീട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ഇങ്ങോട്ടേക്കൊരു വരവുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ മൊഴി രേഖപ്പെടുത്തുക മാത്രമാണ് മുമ്പ് പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് രാഹുൽ ഈ കേസിലെ പ്രതിയോ ഇല്ലെങ്കിൽ രാഹുലുമായി ബന്ധിപ്പിക്കുന്ന നേരിട്ട് ഒരു തെളിവുകളോ ലഭിച്ചിട്ടില്ല. മുമ്പ് ഈ കേസിലെ തന്നെ മൂന്നാം പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും രാഹുലിൻ്റെ പേര് പരാമർശിക്കുന്ന ഒരു ശബ്ദ സന്ദേശം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി രാഹുലിനെ വിളിപ്പിക്കാൻ വീണ്ടും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയാണ് ക്രൈംബ്രാഞ്ച് രാഹുലിനോട് നിർദ്ദേശിച്ചിരിക്കുന്നതാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ രാഹുലുമായി കൂട്ടവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ഒരു തരത്തിലുള്ള നിർദ്ദേശവും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ലീഗൽ നോട്ടീസ് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. അടൂരിലെ വീട്ടിൽ തന്നെ തുടരുമെന്നാണ് രാഹുൽ പറയുന്നത്. എന്തായാലും രാഹുലുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ പക്കലുള്ളത്. ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട കേസ് കുറച്ചധികം മാസങ്ങൾ പഴയതാണ്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ട് തന്നെ 10 മാസത്തിലധികമായൊരു കേസിലാണ് ഇപ്പോൾ. എന്തായാലും മറ്റ് ആരോപണങ്ങൾ രാഹുലിനെതിരെ വരികയും വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തെ കോൺഗ്രസ് തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് വീണ്ടും വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണം വ്യാപകമാക്കുന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഫോണിൻ്റെ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രേഖകൾ തെളിവുകളൊക്കെ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധനയിൽ പിടിച്ചെടുത്തുന്ന കാര്യം അധികം വൈകാതെ അറിയണം. തിരുവനന്തപുരത്തു നിന്നുള്ള രണ്ടംഗ ടീമാണ് ഇത്തരത്തിൽ വന്ന് അടൂരിൽ പരിശോധന നടത്തി നിലവിൽ മടങ്ങിയിരിക്കുന്നത്. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ നൽകുന്ന വിവരം അനുസരിച്ച് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. നാളെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് രാഹുലുമായി അടുപ്പമുള്ള ആളുകളുടെ അടൂരിലെ വീടുകളിൽ റെയ്ഡ് നടത്തുകയും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അന്വേഷണം കുറെ കൂടി ശക്തമാക്കാൻ നീക്കമുണ്ടോ എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്.
രാഹുൽ മങ്കൂട്ടത്തിലിനെ വീണ്ടും പാലക്കാട്ടെത്തിക്കാൻ മുൻകൈയെടുത്ത ഷാഫി പറമ്പിലും എ ഗ്രൂപ്പും. രാഹുൽ വിട്ടുനിൽക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് പാലക്കാട് ചേർന്ന എ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ റിപ്പോർട്ടുകൾ ഷാഫി പറമ്പിൽ MP നിഷേധിച്ചു. ഇന്നലെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ ഷാഫി പറമ്പിൽ പാലക്കാട്ടെത്തിയിരുന്നു. വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമായിരുന്നു ഷാഫി പറമ്പിൽ അനുകൂലികളുടെ കൂടിച്ചേരൽ. അരമണിക്കൂർ നീണ്ട യോഗത്തിൽ മണ്ഡലത്തിലെ 20ഓളം പേർ പങ്കെടുത്തതായാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടൻ തന്നെ പാലക്കാട് തിരികെ എത്തിക്കണമെന്നാണ് യോഗത്തിന്റെ പൊതുവികാരം. മണ്ഡലത്തിൽ നിന്ന് MLA മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല. ക്ലബ്ബുകളുടെയും വിവിധ സംഘടനകളുടെയും പരിപാടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിക്കാനാണ് ആലോചന. എന്നാൽ വാർത്ത ഷാഫി പറമ്പിൽ നിഷേധിച്ചു. താൻ സ്ഥലത്തില്ലായിരുന്നുവെന്നും തന്റെ വീട്ടിൽ യോഗം ചേർന്നുവെന്ന വാർത്ത തെറ്റാണെന്നും KPCC സെക്രട്ടറി C ചന്ദ്രൻ. അപ്പം ഞാനിവിടെ സ്ഥലത്തില്ലാത്ത സമയത്ത് ഇവിടെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളൊരു വാർത്ത അത് സത്യത്തിന് നിരക്കാത്തതാണ്. രാഹുലിനെ പാലക്കാട്ടേക്ക് തിരികെ എത്തിക്കുന്നതിൽ DCCയിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. 24 പാലക്കാട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിലെ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. 1-ാം പ്രതിയായ ശ്യാം ലാലാണ് പിടിയിലായത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി 28 പേർക്കെതിരെയാണ് കേസെടുത്തത്. തീപ്പന്തമെറിഞ്ഞ് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. വടകരയിൽ DYFI പ്രവർത്തകർ ഷാഫി പറമ്പിൽ MPയെ തടഞ്ഞതിൽ പ്രതിഷേധിച്ചായിരുന്നു ക്ലിഫ് ഹൗസിന് മുന്നിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം നൽകിയ ഹർജി തള്ളി. കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ഹർജിയിൽ കുടുംബത്തിന്റെ വാദങ്ങൾ നേരത്തെ പരിശോധിച്ചതാണ് എന്ന് കോടതി വ്യക്തമാക്കി. കേസ് വിചാരണയ്ക്കായി തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതിക്ക് അനുകൂലമായ പഴുതുകളുണ്ടെന്നായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം. ആവശ്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയ വാദങ്ങൾ തന്നെയാണ് വീണ്ടും ഹർജിയിൽ ഉന്നയിച്ചതെന്നാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിരീക്ഷണം. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. വിചാരണ നടപടിക്കായി കേസ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. തുടരന്വേഷണ ഹർജിയിൽ തീർപ്പായതോടെ കേസ് റദ്ദാക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് PP ദിവ്യയുടെ തീരുമാനം. 24 കണ്ണൂർ. അരൂർ തുറവൂർ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. കുമ്പളം ടോൾ പ്ലാസ മുതൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. കനത്ത മഴ കൂടി ഉണ്ടായതോടെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. YS അഭിനന്ദ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. അഭിനന്ദ്, ഓണക്കാലത്തിന്റെ തിരക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. റോഡ് തകർന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്, റോഡ് നിർമ്മാണം നടക്കുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണത്. എന്താണ് ഇന്നത്തെ സാഹചര്യം? മണിക്കൂറുകളായി അതിൽ കുരുങ്ങിക്കിടക്കുന്നു എന്ന് രാവിലെ മുതൽ ആളുകൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. വിജയകുമാർ, ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്കാണ് ഇപ്പോഴും ഒരു ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നടക്കം വ്യക്തമാകുന്നത്. ഇവ രാവിലെ മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്കാണ്. കുമ്പളം ടോൾ പ്ലാസ മുതൽ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആലപ്പുഴയിലേക്ക് പോകേണ്ട ധാരാളം ആളുകളുണ്ട്. വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ആലപ്പുഴയിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്. അവരൊക്കെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകേണ്ട യാത്രക്കാരൊക്കെ ഇപ്പോൾ വഴിയിൽ ബുദ്ധിമുട്ടിലായ സാഹചര്യമാണ്. ഇപ്പോൾ അവർ പ്രതികരിക്കുന്നുണ്ട്. വലിയ ദുരന്തം. 3 മണിക്കൂറായി നമ്മൾ അവിടെ ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് വരുവാണ്. ചേർത്തലയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇത്രയും ദുർഘടം. ആകെ ഞങ്ങളൊരു അത്യാവശ്യം ഒരു കാര്യത്തിന് വേണ്ടി പോവാണ്. ഇപ്പം പെട്ട് കിടന്നിട്ട് വരുവാണ്. വിജയകുമാർ, അങ്ങനെ ജനങ്ങൾ പ്രതികരിക്കുകയാണ്. അവർ കുറെ നേരം കൊണ്ട് ഇത്തരത്തിൽ ഗതാഗത കുരുക്കിൽ പെട്ടു നിൽക്കുകയാണ്. അടിയന്തര ആവശ്യങ്ങൾക്കായി കൊച്ചി നഗരത്തിലേക്ക് പോകേണ്ടവരുണ്ട്, ആശുപത്രി സേവനങ്ങൾക്കായി പോകേണ്ടവരുണ്ട്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോകേണ്ട യാത്രക്കാരുണ്ട്. അടക്കം നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ നടു റോഡിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ പ്രശ്നം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, ഒപ്പം തന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടക്കം നിരവധി പ്രശ്നങ്ങളാണ് ഈ അരൂർ തുറവൂർ ദേശീയപാതയിൽ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച ഗതാഗതം ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷം
ട്രാഫിക് അതോറിറ്റിയൊക്കെ ഇവിടെ ഇടപെട്ടു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാനായിട്ടൊരു ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ജനങ്ങളൊക്കെ വലിയ രോഷമാണ്, പ്രതികരണങ്ങളായി ഇപ്പോൾ നമ്മളോടടക്കം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അരൂർ തുറവൂർ ദേശീയപാതയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം, അത് ഗതാഗതക്കുരുക്ക് ഓരോ ദിവസം കഴിയുന്തോറും രൂക്ഷമാകുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. കനത്ത മഴയായതോടുകൂടി ഇപ്പോൾ പ്രതിസന്ധി അത് ഇരട്ടിച്ചിരിക്കുകയാണ്. വിജയകുമാർ. കനത്ത മഴ, തകർന്ന റോഡ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഓണക്കാലത്തെ തിരക്ക്, ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ അടിയന്തര ഇടപെടൽ ആ മേഖലയിൽ ആവശ്യമാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ പലതവണ ഇടപെട്ടിട്ടുള്ളതാണ്. ആ നിർദ്ദേശങ്ങളൊന്നും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം ഈ തിരക്കും ഈ പ്രതികരണങ്ങളുമൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. വലിയ ദുരിതമാണ് അവിടുത്തെ ജനങ്ങൾ, ആ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങൾ അനുഭവിക്കുന്നത്. അതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ 4 ദിവസമായിട്ടും ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഭാരം കുറഞ്ഞ വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ കടത്തിവിടുന്നത്. മണ്ണിടിച്ചിലിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ് എന്ന് വിദഗ്ധർ പറയുന്നു. അതേസമയം വിമർശനങ്ങൾക്കൊടുവിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ ഇന്ന് ഈ പ്രദേശത്ത് സന്ദർശനം നടത്തി. നിലവിൽ ഭാരം കുറഞ്ഞ വാഹനങ്ങൾ താമരശ്ശേരി ചുരം വഴി കടത്തിവിടുന്നുണ്ട്. അതേസമയം വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം തുടരുന്നു. വിദഗ്ധ സമിതി യോഗത്തിന് ശേഷമാകും വലിയ വാഹനങ്ങൾ കടത്തിവിടുന്ന കാര്യത്തിൽ തീരുമാനം. ഇപ്പോൾ ഫ്യൂച്ചറായിട്ട് ഞാനിപ്പോൾ ഇമ്മീഡിയറ്റ് തിരിച്ച് ജിയോളജി സോയിൽ സർവേ ഈ പരിശോധനയിലേക്ക് വരും. കാരണം ഇപ്പോൾ ഹെവി വെഹിക്കിൾസ് ഇപ്പോൾ അലൗ ചെയ്യുന്നില്ല. ഹെവി വെഹിക്കിൾസും ബസ്സസ് ഇത് രണ്ട് ഇപ്പോൾ കൺസേൺ ആയിട്ട് ഞാൻ ഇപ്പോൾ നോക്കുന്നുണ്ട്. അതും നമുക്ക് അലൗ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. 4 ദിവസമായിട്ടും കളക്ടർ സ്ഥലത്തെത്തിയില്ലെന്ന വിമർശനത്തിനൊടുവിലാണ് ഇന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ചുരംപാതയിൽ സന്ദർശനം നടത്തിയത്. വിമർശനങ്ങൾക്ക് കളക്ടറുടെ മറുപടി ഇങ്ങനെ: കളക്ടർ നമ്മുടെ ജില്ലാ കളക്ടർ ഒരു പേരല്ല, ഒരു സിസ്റ്റമാണ്. സോ ഡെപ്യൂട്ടി കളക്ടർമാരുണ്ട്, തഹസിൽദാർമാരുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥനാണ്. സോ ഇത് കളക്ടർ ഇൻഡിവിജ്വലായിട്ട് നോക്കാൻ ഒരു ആവശ്യം ആ സമയത്ത് ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. മണ്ണിടിച്ചിലിൽ കൂടുതൽ പരിശോധന വേണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വിദഗ്ധ സംഘത്തെ നിയോഗിക്കുമെന്ന് മന്ത്രി OR കേളു 24-നോട്. അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചു വരുന്നുണ്ട്. വിദഗ്ധ സമിതിയെ കൂടി നമ്മൾ ഇതിന് വിധേയമാക്കിക്കൊണ്ടാണ് പരിശോധനയിലേക്ക് കടക്കുന്നത്. ആരോഗ്യ സേവനത്തിനുൾപ്പെടെ കോഴിക്കോട് ജില്ലയെ ആശ്രയിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് ഗതാഗതക്കുരുക്ക് ഏറെ പ്രതിസന്ധിയാണ്. ഓണാവധിക്ക് വയനാട്ടിലേക്ക് എത്താനും ഗതാഗതക്കുരുക്ക് തടസ്സമാണ്. 24 കോഴിക്കോട്. ഇടവിട്ടുള്ള കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ദേശീയപാത 66-ലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ബേവിഞ്ച, വീരമലക്കുന്ന് എന്നീ പ്രദേശങ്ങൾ കടന്നു പോകുന്ന ഭാഗങ്ങളിലാണ് നിയന്ത്രണം. ഈ പ്രദേശങ്ങളിലൂടെ വലിയ വാഹനങ്ങൾക്ക് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. പാസഞ്ചർ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുമതിയില്ല. എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ CPM വിമത കലാരാജു ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDF സ്ഥാനാർത്ഥിയായാണ് കലാരാജു ജയിച്ചത്. കലാരാജുവിന് 13 വോട്ടും LDFന് 12 വോട്ടുകളുമാണ് കിട്ടിയത്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്, അഭിമാനം തോന്നുന്നുണ്ട്. പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയാം, പക്ഷേ നമ്മൾ അങ്ങനെ അഹങ്കാരത്തോടെ പറയുന്നില്ല. എന്നാലും നമുക്ക് അതിനൊരു മറുപടി കൊടുക്കാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതെ. ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകും കൂത്താട്ടുകുളത്തുനിന്ന്. ലാല്, നേരത്തെ പലതവണ വലിയ സംഘർഷങ്ങൾക്കൊക്കെ വേദിയായതാണ് ഈ വിഷയത്തിൽ കൂത്താട്ടുകുളം. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം എന്താണ് നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ? ഇപ്പോഴും LDFിൻ്റെ അംഗങ്ങൾ നഗരസഭയ്ക്കകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യമായി നഗരസഭ അധ്യക്ഷയായി തിരഞ്ഞെടുത്തതിന് ശേഷം കലാരാജു ആ കസേരയിൽ, ചെയർപേഴ്സൻ്റെ കസേരയിൽ ഇരിക്കുകയാണ്. ആ മുറിക്ക് തൊട്ടു മുന്നിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ LDFിൻ്റെ അംഗങ്ങൾ പ്രതിഷേധവുമായിരിക്കുന്നത്. ഒറ്റുകാരി എന്ന് വിളിച്ചുകൊണ്ടാണ് ആ പ്രതിഷേധം പുരോഗമിക്കുന്നത്. പാർട്ടി ഒറ്റുകൊടുത്ത നിലവിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. വിപ്പ് നൽകിയത് ലംഘിച്ചു എന്നീ ആരോപണങ്ങൾ നേരത്തെ തന്നെ LDF ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങൾ വീണ്ടും പറയുകയാണ്. വോട്ടെടുപ്പ് നടന്നതിന് തൊട്ടു പിന്നാലെ, അതായത് വിജയം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സഭാതലത്തിൽ ആദ്യം മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം പ്രതിഷേധം എന്നുള്ളതായിരുന്നു. അത് LDFിൻ്റെ ഭാഗത്തു നിന്നുള്ളതായിരുന്നു. UDF അംഗങ്ങൾ അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളോ അല്ലെങ്കിൽ അഭിനന്ദനങ്ങളോ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ പ്രതിഷേധത്തിൻ്റെ മുദ്രാവാക്യം ആ ഹാളിൽ മുഴങ്ങി. നേരത്തെ ചെയർപേഴ്സണായിരുന്ന വിജയ
വിജയ ശിവനെതിരെയാണ് നിലവിൽ മത്സരം നടന്നിരുന്നത്. വിജയ ശിവനെതിരെ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം നടന്നത്. അതായത് CPM വിമതയായിട്ടുള്ള കലാരാജു ഇപ്പുറത്തെത്തി ആ വോട്ട് കൂടി ചേർന്നതോടുകൂടി ഭരണം ഇപ്പുറത്തോട്ട് പൂർണ്ണമായി മാറുന്ന രീതിയിലായിരുന്നു. കഴിഞ്ഞ 5-ാം തീയതിയാണ് ഇവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് നിലവിലുണ്ടായിരുന്ന LDF ഭരണത്തെ UDF അട്ടിമറിക്കുകയുണ്ടായത്. ഇതിനുശേഷം ഇനി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വീണ്ടും നാടകീയ സംഭവങ്ങൾ കൂത്താട്ടുകുളത്ത് അരങ്ങേറി എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന കൗൺസിൽ യോഗം, ഒരേ ഒരു കൗൺസിൽ യോഗം നടക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ അതുപോലും എങ്ങനെയായിരിക്കണം, എങ്ങനെയാകും എന്ന കാര്യത്തിൽ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർപേഴ്സൻ്റെ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് കൂടി നടക്കും. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്കും ആഹ്ലാദ പ്രകടനങ്ങൾക്കും കൂത്താട്ടുകുളം വീണ്ടും വേദിയാവുക. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് കൂത്താട്ടുകുളത്തുനിന്ന്. അടുത്തത് പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആരാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ? ഇതാണ് ആ ചോദ്യം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം നൽകാം പ്രേക്ഷകർക്ക്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് വിജയികളായി പ്രഖ്യാപിക്കുന്നത്. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24 മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ആക്ഷൻ കൗൺസിൽ നേതാവ് മഹേഷ് തിമരോടിക്കെതിരെ ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി മൊഴി നൽകി എന്ന് സൂചന. കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി തിമരോടി നൽകിയതാണ് എന്നാണ് മൊഴി. മഹേഷ് തിമരോടിയുടെ റബ്ബർ തോട്ടത്തിലെ മണ്ണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. മകളെ കാണാതായി എന്ന് പരാതി നൽകിയ സുജാത ഭട്ടിനെ SIT ചോദ്യം ചെയ്യുകയാണ്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ അന്വേഷണം, SITയുടെ അന്വേഷണം അത് ഏത് ഘട്ടത്തിലെത്തിയിട്ടുണ്ട്? അതിൽ തുടർ നടപടികൾ ഉണ്ടാകുമോ? വിജയകുമാർ, ഈ മുൻ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ചിന്നയ്യ, ഇയാൾ കോടതിയിൽ നൽകിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണത്തിന്റെ തുടക്കവും ഇത്രയും നാൾ നീണ്ടുനിന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു തെരച്ചിൽ, അതിന്റെ മറ്റ് ചോദ്യം ചെയ്യലെല്ലാം കടന്നുപോയത്. അതിന് ഏറ്റവും ഒടുവിലാണ് ചോദ്യം ചെയ്തപ്പോൾ താൻ ഈ തലയോട്ടി വ്യാജമാണ്, അല്ലെങ്കിൽ അത് താൻ കുഴിച്ചിട്ടയാളുടേതല്ല, താൻ മറ്റൊരു തലയോട്ടിയാണ് കോടതിയിൽ നൽകിയത് എന്ന് ഇയാൾ മൊഴി നൽകിയതിനു പിന്നാലെയാണ് SIT സംഘം ചിന്നയ്യയെ അറസ്റ്റ് ചെയ്യുന്നത്. അതിന് പിന്നാലെ SIT സംഘത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എവിടെ നിന്ന് ഈ തലയോട്ടി ഇയാൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ആക്ഷൻ കൗൺസിൽ, ധർമ്മസ്ഥലയിലെ ആക്ഷൻ കൗൺസിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള മഹേഷ് ഷെട്ടി തിമരോടിയുടെ കയ്യിൽ നിന്നാണ് തനിക്ക് അസ്ഥികൂടം ലഭിച്ചത് എന്ന ഈ സാക്ഷി മൊഴി നൽകിയിട്ടുള്ളതായിട്ടാണ് നിലവിൽ SIT സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു പരിശോധന നടത്തിയിരുന്നു. കാരണം ഈ ചിന്നയ്യ താമസിച്ചിരുന്നത് മഹേഷ് ഷെട്ടി തിമരോടിയുടെ വീട്ടിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിൽ ഈ വീട്ടിൽ നിന്ന് മണ്ണ് ശേഖരിച്ചിട്ടുള്ളതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. അവിടെ ഒരു വലിയ റബ്ബർ എസ്റ്റേറ്റും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുഴിച്ചിട്ടിരുന്ന ഒരു അസ്ഥികൂടം, അല്ലെങ്കിൽ ഒരു അസ്ഥികൂടം എടുത്ത്, അല്ലെങ്കിൽ തലയോട്ടി എടുത്ത് അവിടെ കുഴിച്ചിട്ട ശേഷമാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ കയ്യിൽ നൽകിയത് എന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത്. അത് കേന്ദ്രീകരിച്ച്, ഈ മണ്ണ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയൊക്കെയും നടന്നു വരികയാണ്. അപ്പോൾ ഈ പരിശോധനയിൽ ഈ തലയോട്ടിയിൽ നിന്ന് ലഭിച്ച മണ്ണും ഒപ്പം തന്നെ ഇയാളുടെ വീട്ടിലെ മണ്ണും ഏതാണ്ട് ഒന്നാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്വേഷണം ആക്ഷൻ കമ്മിറ്റിക്കെതിരെ നീളും. അത്തരത്തിലാണ് ഒരു ഗൂഢാലോചന ഉണ്ടായിരിക്കുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഈ അനന്യ ഭട്ട് എന്ന മകളെ കാണാതായി എന്ന് പരാതി നൽകിയിട്ടുള്ള സുജാത ഭട്ടിനെ ചോദ്യം ചെയ്തു വരികയാണ്. സുജാത ഭട്ട് അനന്യ ഭട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ഇന്ന് കൈമാറണമെന്നാണ് SIT സംഘം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിവരങ്ങൾ ഇന്ന് കൈമാറിയിട്ടില്ല എങ്കിൽ ഈ സുജാത ഭട്ടിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങും എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ആരാണ് ഈ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത്, എന്തുകൊണ്ടാണ് പരാതി നൽകിയത് എന്നതടക്കമുള്ളതിൽ അവർ വിശദീകരണം നൽകുകയും വേണം. എന്തായാലും ധർമ്മസ്ഥലയിലെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. വിജയകുമാർ, സുജാത ഭട്ടിനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി SIT ചോദ്യം ചെയ്യുകയാണ്. ഒരു പക്ഷേ അറസ്റ്റിലേക്ക് നീങ്ങും എന്ന സൂചനകൾ കൂടിയുണ്ട്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ പോലീസ് ഇന്ന് കേസെടുത്തേക്കും. ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സുമയ്യയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ചികിത്സാ പിഴവിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സുമയ്യയും കുടുംബവും. തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് ട്യൂബ് നെഞ്ചിൽ കുടുങ്ങിയെന്ന വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്.
തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കും. സുമയ്യയുടെ സഹോദരൻ പോലീസിൽ നൽകിയ പരാതിയിലാണ് കേസെടുക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ സുമയ്യയെ വിളിച്ചുവരുത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തി. തനിക്കുണ്ടായ ദുരനുഭവത്തിൽ നഷ്ടപരിഹാരം വേണമെന്നാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. സംഭവത്തിൽ ഡിഎംഒയ്ക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും സുമയ്യ പരാതി നൽകിയിട്ടുണ്ട്. സ്വമേധയാ അന്വേഷണം നടത്തിയതായും കാര്യമായി ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നുമായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വിശദീകരണം. പരാതി നൽകിയ സാഹചര്യത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വീഴ്ച സംഭവിച്ചതായി സമ്മതിക്കുന്ന ഡോക്ടറുടെ സന്ദേശം ഉൾപ്പെടെ പുറത്തുവന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യത്തിൽ ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് പ്രധാനം. സുമയ്യയുടെ പരാതി നിസ്സാരവൽക്കരിക്കുന്ന നടപടിയായിരുന്നു ആരോഗ്യവകുപ്പിന്റേത്. ഗൈഡ് വെയർ കുടുങ്ങിയതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളില്ലെന്നും പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നുമായിരുന്നു വിശദീകരണം. ഇതിന് പിന്നാലെയാണ് സുമയ്യയുടെ സഹോദരൻ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത്. ജനറൽ ആശുപത്രിയിലുണ്ടായ വീഴ്ചയിൽ പ്രതിഷേധിച്ച് STPI DMO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. 24 തിരുവനന്തപുരം. അതേസമയം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായ സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. വിശദമായി കാര്യങ്ങൾ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തനിക്ക് കിട്ടിയിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിച്ച് ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ആ കമ്മിറ്റി കാരണം 2023 മാർച്ച് മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം 2020 ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഈ പേഷ്യൻ്റ് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഇതിലൊരു പരാതിയുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് ഈ കമ്മിറ്റി അതുകൂടി പരിശോധിക്കാൻ പറഞ്ഞു. ഒറ്റ കാര്യമേ ഉള്ളൂ, അതിൽ ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും. അത് കർശനമായിട്ടുള്ള നടപടിയായിരിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എന്താണ് ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നത്? മഴ തുടരുമോ? ഓണത്തിനൊക്കെ മഴയായിരിക്കും എന്നാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് മഴ കുറയും, വരുന്ന 5 ദിവസവും മഴ കുറയും എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. അതിൽ പ്രധാനമായും ഇപ്പോൾ വടക്കൻ ജില്ലകൾക്കാണ് മഴ ശക്തമാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴയെ സൂചിപ്പിക്കുന്ന ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലവിലുണ്ട്. എന്നിരുന്നാലും മധ്യ കേരളത്തിൽ ഇപ്പോൾ പെയ്യുന്ന മഴയുടെ അളവ് കുറയും. അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലും മഴ ശക്തമായി പെയ്യില്ല എന്നുള്ളൊരു സൂചനയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിൽ പുതുതായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട്. ഇനി നാളെ മുതൽ മഴ കുറയും. അത് നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബാക്കി ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. അങ്ങനെ സെപ്റ്റംബർ 2 വരെ മറ്റു മുന്നറിയിപ്പുകളൊന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകിയിട്ടില്ല. അങ്ങനെ ഇനി ന്യൂനമർദ്ദ സാധ്യതയുണ്ടെങ്കിൽ, അത് ബംഗാൾ ഉൾക്കടലിന് മുകളിലും ഛത്തീസ്ഗഡിന് മുകളിലുമായി ന്യൂനമർദ്ദ സാധ്യത ഉണ്ടെങ്കിൽ മഴ ശക്തി വർദ്ധിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ 31 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കൂടാതെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൂടാതെ ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശമായി നൽകുന്നു. നിലവിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട്. ഓണക്കാലത്ത് മഴ കുറയാമെന്നൊരു സൂചനയാണ് ഇപ്പോൾ നിലവിൽ നൽകുന്നത്. അടുത്ത 2 ദിവസം കൂടി മഴ തുടരുമെങ്കിലും അതിന്റെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അങ്ങനെയാണെങ്കിൽ ഓണ ദിവസങ്ങളിലൊക്കെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടാവില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അടുത്ത 2 ദിവസം കഴിയുമ്പോഴായിരിക്കും പിന്നീടുള്ള ഒരാഴ്ചത്തേക്കുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ സൂചനകളൊക്കെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുക. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ജമ്മു കാശ്മീരിൽ 12 ദിവസത്തിനിടെ മഴക്കെടുതിയിൽ 138 പേരാണ് മരിച്ചത്. മഴ നാശനഷ്ടം വിതച്ച ജമ്മുവിലും ഹിമാചൽ പ്രദേശിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ചമോലിയിലെ ദേവാൾ മേഖല, രുദ്രപ്രയാഗിലെ ബസുകേദാർ തെഹസിൽ എന്നിവിടങ്ങളിലാണ് മേഘവിസ്ഫോടനം. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങി. കാണാതായവർക്കായി തെരച്ചിൽ ഊർജിതം. രുദ്രപ്രയാഗിലെ ഹനുമാൻ ക്ഷേത്രം വെള്ളത്തിനടിയിലായി. കേദാർനാഥിൽ പാലം ഒലിച്ചുപോയി. അളകനന്ദ, മന്ദാകിനി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. മഴ ദുരിതം വിതച്ച ജമ്മു കാശ്മീരിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു.
വെള്ളപ്പൊക്ക മേഖലകളിൽ നിന്ന് 10,000-ത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചു. പഞ്ചാബിലെ 8 ജില്ലകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നും നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഛത്തീസ്ഗഡിൽ മഴക്കെടുതിയിൽ 8 പേർ മരിച്ചു. തുടർച്ചയായി പെയ്ത മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് വിതച്ചത്. ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലും ഉൾപ്പെടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡൽഹിയിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിനീത VG 24 ഡൽഹി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി. ഇന്ത്യയും ജപ്പാനും ചേർന്നാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവം യാഥാർത്ഥ്യമാക്കാനാകുമെന്ന് പ്രധാനമന്ത്രി ഇൻഡോ ജപ്പാൻ സാമ്പത്തിക ഉച്ചകോടിയിൽ പറഞ്ഞു. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി നിർണായക കരാറുകളിലും ഒപ്പുവയ്ക്കും. അമേരിക്കൻ തീരുവത്തർക്കം മുറുകുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം. പ്രതിരോധ മേഖലയിലെ സഹകരണം ഉൾപ്പെടെ നിരവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം മെച്ചപ്പെടുത്താൻ സന്ദർശനത്തിൽ ധാരണയായി. ഇന്ത്യയിലെ ജാപ്പാനീസ് നിക്ഷേപം $68 ബില്യൺ ഉയർത്തും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം പരസ്പര വിശ്വാസത്തിന്റെ പ്രതീകമായി മാറിയെന്ന് ടോക്കിയോയിൽ നടന്ന സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി मेट्रो से लेकर मैन्युफैक्चरिंग तक, सेमीकंडक्टर से लेकर स्टार्टअप्स तक हर क्षेत्र में हमारी साझेदारी आपसी विश्वास का प्रतीक बनी है. ഉച്ചകോടിക്ക് ശേഷം ഇരു രാഷ്ട്രത്തലവന്മാരും സംയുക്തമായി പ്രസ്താവന ഇറക്കും. അതേസമയം ഉച്ചകോടിയിൽ അമേരിക്കയുടെ തീരുവയെക്കുറിച്ച് മോദി പരാമർശിച്ചില്ല. ചൈനയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്ന പശ്ചാത്തലത്തിൽ ജപ്പാനെ പ്രകോപിപ്പിക്കാതെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ. ജപ്പാൻ സന്ദർശനത്തിനു ശേഷം മോദി നാളെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി ചൈനയിലേക്ക് തിരിക്കും. 24 ഡൽഹി. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട NIA കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നതിനാലും സേനാ വിന്യാസം കുറവായതിനാലുമാണ് ആക്രമണത്തിന് പഹൽഗാം തെരഞ്ഞെടുത്തത് എന്നാണ് കണ്ടെത്തൽ. വെടിവെപ്പ് നടത്തിയത് 3 ഭീകരരെന്നും അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ NIA വെളിപ്പെടുത്തി. പേരുടെ ജീവനെടുത്ത പെഹൽഗാം ഭീകരാക്രമണത്തിൽ 3 തീവ്രവാദികൾക്ക് നേരിട്ട് പങ്കെന്ന് NIA സ്ഥിരീകരിച്ചു. 3 ഭീകരരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിവയ്പ് നടത്തിയത്. കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായതിനാലാണ് ആക്രമണത്തിനായി ബൈസരൻ താഴ്വര തിരഞ്ഞെടുത്തത്. സുരക്ഷാസേനയുടെ വിന്യാസമില്ലാത്തതും ഭീകരർ മുതലെടുത്തു. ഈ സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്തതും ഭീകരർക്ക് അനുകൂല അന്തരീക്ഷം ഒരുക്കിയെന്ന് NIA വ്യക്തമാക്കുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 3 ഭീകരരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം വധിച്ചിരുന്നു. പിന്നാലെ ആക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ പങ്കും നേരത്തെ NIA അറസ്റ്റ് ചെയ്ത 2 പേർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് NIA കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടത്. ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയ ഭീകര സംഘടനകളെ തിരിച്ചറിയാനുള്ള അന്വേഷണത്തിലേക്ക് NIA കടന്നിട്ടുണ്ട്. 24 ഡൽഹി. ഛത്തീസ്ഗഡിലെ സുഖ്മയിൽ മാവോയിസ്റ്റുകൾ അധ്യാപകനെ വെട്ടിക്കൊലപ്പെടുത്തി. ലക്ഷ്മൺ ബരാസയാണ് കൊല്ലപ്പെട്ടത്. മാവോയിസ്റ്റുകളുടെ നീക്കങ്ങൾ സംബന്ധിച്ച് പോലീസിന് വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്നാരോപിച്ചായിരുന്നു കൊലപാതകം. ലക്ഷ്മൺ ബരാസയെ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ച ബന്ധുക്കൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര അവസാന ഘട്ടത്തിലേക്ക്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് യാത്രയുടെ ഭാഗമാകും. CPI ജനറൽ സെക്രട്ടറി D രാജയും ആനി രാജയും യാത്രയിൽ അണിചേർന്നു. അതിനിടെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും കോൺഗ്രസ് പ്രവർത്തകൻ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് BJP പ്രതിഷേധം കടുപ്പിച്ചു. ബീഹാറിലെ വെസ്റ്റ് ചമ്പാരനിൽ നിന്നായിരുന്നു വോട്ടർ അധികാർ യാത്രയുടെ 13ാം ദിനത്തിന്റെ തുടക്കം. രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനുമൊപ്പം CPI ജനറൽ സെക്രട്ടറി D രാജ, ആനി രാജ, സച്ചിൻ പൈലറ്റ് എന്നിവർ അണിചേർന്നു. ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരും നേതാക്കളും യാത്രയുടെ ഭാഗമാകുന്നതോടെ ബീഹാറിൽ സഖ്യം കരുത്തു തെളിയിക്കുകയാണ്. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് നീങ്ങുന്ന യാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. വോട്ടർ അധികാർ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രിക്കും മാതാവിനുമെതിരെ കോൺഗ്രസ് പ്രവർത്തകൻ മോശം പരാമർശം നടത്തിയതിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആവശ്യപ്പെട്ടു. ദർഭംഗയിലെ യാത്രയ്ക്കിടെ മോശം പരാമർശം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകൻ റഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ പട്നയിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി.
കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ഡൽഹി. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. രാജ്യത്തെ ദുരഭിമാനക്കൊലകൾ തടയാൻ പ്രത്യേക നിയമം വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24 മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. വിവാദങ്ങൾക്കിടെ ജസ്റ്റിസ് വിപുൽ M പഞ്ചോലി സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ബോംബെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അലോക് അരാധയും സത്യപ്രതിജ്ഞ ചെയ്തു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ ജസ്റ്റിസ് BV നാഗരത്ന ഉൾപ്പെടെയുള്ള എല്ലാ ജഡ്ജിമാരും പങ്കെടുത്തു. കൊളീജിയം അംഗം ജസ്റ്റിസ് BV നാഗരത്നയുടെ എതിർപ്പ് മറികടന്നാണ് ജസ്റ്റിസ് പഞ്ചോലിയെ സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തിയത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വികസന സദസ്സുമായി സർക്കാർ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സെമിനാർ സംഘടിപ്പിക്കും. വികസന സദസ്സിന്റെ പേരിൽ തട്ടിക്കൂട്ട് പരിപാടിയാണ് സർക്കാർ നടത്താൻ പോകുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. വികസനങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് മന്ത്രി MB രാജേഷ് ചോദിച്ചു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെ ഒരു മാസക്കാലം കൊണ്ടാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുക. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കും. സ്ഥലം MLA, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിവർക്കൊപ്പം വിശിഷ്ട വ്യക്തികളെയും സദസ്സിൽ പങ്കെടുപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ ഉത്തരവ്. സദസ്സിന്റെ തുടക്കത്തിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ പ്രസന്റേഷൻ നടത്തും. പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിയും അവതരിപ്പിക്കണം. ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും പ്രോഗ്രസ് കാർഡിൻ്റെ പ്രകാശനവും ചടങ്ങിൽ വേണമെന്നാണ് നിർദ്ദേശം. വികസന സദസ്സിൻ്റെ നടത്തിപ്പിനായി തനത് ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. പഞ്ചായത്തുകൾക്ക് 2 ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റികൾക്ക് 4 ലക്ഷം രൂപയും നഗരസഭകൾക്ക് 6 ലക്ഷം രൂപയും ചെലവിടാൻ അനുമതി നൽകി. പൊതുപണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണത്തിലുള്ള വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതിനെ പ്രതിപക്ഷം വിമർശിച്ചു. പിരിവെടുത്തും സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിച്ചും മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തിയായിരുന്നല്ലോ 2023. അതിന് എത്ര രൂപ ചെലവാക്കി? നവകേരള യാത്ര, എന്താ അതിൻ്റെ പേര് തന്നെ മറന്നുപോയി. ഒരു സിംഗിൾ പൈസയുടെ പദ്ധതി അതിൻ്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടം, ഒരു കടുകിട മണിയുടെ ഒരു നേട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? എന്നാൽ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് സർക്കാരിന്റെ ചോദ്യം. പഞ്ചായത്തിന്റെ പരിപാടിക്ക് ഉപയോഗിക്കാമല്ലോ പഞ്ചായത്തിന്റെ ഫണ്ട്. പഞ്ചായത്തിന്റെ ഫണ്ട് പിന്നെ എന്തിനുള്ളതാണ്? അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അവർക്ക് വിശദീകരിക്കാൻ അവരുടെ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ എന്ത് വിചിത്രമായിട്ടുള്ള വാദമാണ്. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ വികസന സദസ്സിനോട് എന്ത് സമീപനം സ്വീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. 108 ആംബുലൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. 2 സംസ്ഥാനങ്ങളിൽ വിലക്കുള്ള GVK EMRI കമ്പനിയെ ടെൻഡറിൽ പങ്കെടുക്കാൻ സർക്കാർ പരിഗണിച്ചു എന്നാണ് ആരോപണം. അയോഗ്യത മറച്ചുവെച്ച് 250 കോടി കമ്മീഷന്റെ ഉപകാര സ്മരണ സർക്കാർ കാട്ടിയെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു. GVK EMRI കമ്പനിയുടെ അയോഗ്യത വെളിപ്പെടുത്തുന്നതും പരാതി നൽകിയതുമായ രേഖകളാണ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത്. ടെൻഡർ നേടിയ കമ്പനി കർണാടകയിലും മേഘാലയയിലും ശിക്ഷാ നടപടി നേരിട്ടു. വിലക്കേർപ്പെടുത്തിയാൽ ടെൻഡറിൽ പങ്കെടുക്കാൻ കമ്പനി അയോഗ്യരാകും. സത്യവാങ്മൂലത്തിൽ കമ്പനി ഇത് മറച്ചുവെച്ചെന്നാണ് ആരോപണം. കമ്പനിയുടെ അയോഗ്യത ചൂണ്ടിക്കാട്ടി ടെൻഡറിൽ പങ്കെടുത്ത മറ്റൊരു കമ്പനി മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് പരാതി നൽകി. ഈ പരാതി സർക്കാർ പൂഴ്ത്തി. കർണാടകയിൽ ആംബുലൻസ് സർവീസ് നടത്തിയതിന്റെ ടെൻഡറിന് ഇതേ കമ്പനി വ്യാജരേഖകൾ സമർപ്പിച്ചതായി തെളിഞ്ഞിരുന്നു. പ്രവർത്തനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി മേഘാലയ സർക്കാർ 2022 ഓഗസ്റ്റിൽ കമ്പനിയുടെ പ്രവർത്തനം റദ്ദാക്കിയിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 316 ആംബുലൻസുകൾ പ്രവർത്തിപ്പിക്കാൻ 517 കോടി രൂപയുടെ ഭീമമായ കരാറാണ് സർക്കാർ നൽകിയത്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 335 ആംബുലൻസുകൾ പ്രവർത്തിപ്പിക്കാൻ 293 കോടി രൂപ കരാറായി നൽകി. ഇതോടെ ആദ്യ കരാറിൽ 250 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ആരോപണം. 24, തിരുവനന്തപുരം. ഓളപ്പരപ്പിലെ വേഗപ്പോര് നാളെ.
മുണ്ടക്കായലിലെ ജലമേളയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. നാളെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ഓളപ്പരപ്പിലെ പുതിയ രാജാവിനെ അറിയാൻ കാത്തിരിക്കുകയാണ് വള്ളംകളി പ്രേമികൾ. ഓളപ്പരപ്പിലെ ആവേശം നാളെ രാവിലെ 6 മണി മുതൽ 24-ൽ തത്സമയം കാണാം. ഏറ്റവും പുതിയ വിവരങ്ങളും കാഴ്ചകളുമായി എസ് ശ്യാംകുമാർ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശ്യാമ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായല്ലോ? കനത്ത മഴ ഇടയ്ക്കിടെ പെയ്യുന്നത് ആവേശം കെടുത്തുമോ? ആലപ്പുഴക്കാർക്ക് മഴയും വെള്ളവും ഒന്നും നെഹ്റു ട്രോഫിയുടെ ആവേശം കെടുത്തുന്ന ഒരു ഘടകമേ അല്ല. കാരണം ആലപ്പുഴയുടെ ദേശീയോത്സവമാണ് വള്ളംകളി. അതിൻ്റെ അവസാനഘട്ട ഒരുക്കത്തിന് ഇനി പെരുമഴ കുത്തിപ്പെയ്താലും ഇവിടെ ഒരു തുള്ളി ആവേശം കുറയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് ആലപ്പുഴ ആകെ. ഇപ്പോൾ ഈ കാണുന്ന നെഹ്റു പവലിയനിലൊക്കെ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുക്കങ്ങളൊക്കെ എന്തായെന്നറിയാനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നാട്ടുകാരിങ്ങനെ ചെറിയ വള്ളത്തിലൊക്കെ വരും. എല്ലാം ശരിയാണോ എന്ന് ഉറപ്പിച്ച് അവരിങ്ങനെ കണ്ടൊക്കെ പോകും. അതിൻ്റെ ഇടയ്ക്ക് ആളുകൾ, മറ്റാളുകൾ, സഞ്ചാരികളായിട്ട് എത്തിയവരൊക്കെ, ഇതിൻ്റെ ആദ്യ കാഴ്ചകളൊക്കെ കാണുന്നവരൊക്കെ ഇങ്ങെത്തും. അങ്ങനെ ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ആലപ്പുഴ. ഈ പ്രാവശ്യം വലിയൊരു പ്രത്യേകതയുണ്ട്. ഓളപ്പരപ്പിന് തീ പിടിക്കുമെന്ന് സാധാരണ പറയുന്ന പോലെയല്ല. 6ാമത്തെ കിരീടം തേടിയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എത്തുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഈ ചുണ്ടിനും കപ്പിനും ഇടയിൽ പോയ പോലെ, ട്രോഫി പോയ പോലെ, അതുകൊണ്ട് ഇത്തവണ അവിടെ മത്സരം അങ്ങ് കൊഴുക്കും. അതുപോലെ എല്ലാവരും 75 വള്ളങ്ങളാണ് നാളെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഈ പുന്നമടയുടെ ട്രാക്കിലേക്ക് ഇറങ്ങാനായിട്ട് അങ്ങനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ മുതൽ വെയിലിനെയും മഴയെയും ഒക്കെ മാറ്റിവെക്കുന്ന വള്ളംകളിയുടെ ആവേശം കോരിച്ചൊരിയുന്ന രീതിയിലുള്ള ആവേശമായിരിക്കും നാളെ രാവിലെ മുതൽ ഇവിടെ ഉണ്ടാകുക. 6 മണി മുതൽ നാളെ നഗരത്തിലും അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും. രാവിലെ തെക്കനോടിയുടെയും ചെറുവള്ളങ്ങളുടെയും ഒക്കെ ഹീറ്റ്സും മറ്റുമൊക്കെ നടക്കും. ഉച്ചയോടുകൂടി ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ട്രയൽസ് നടക്കുക, ഹീറ്റ്സ് നടക്കുക. അങ്ങനെ ഓരോ ട്രാക്കിലൂടെയും വെള്ളത്തെ, പുന്നമടയെ തീ പിടിപ്പിച്ചുകൊണ്ട് ചൂണ്ടന്മാർ നാളെ ഇവിടെ ഇറങ്ങും. കുട്ടനാടിൻ്റെ കൈക്കരുത്തും മെയ്ക്കരുത്തും ഒക്കെ നാളെ ലോകത്തിനു മുന്നിൽ വിളംബരം ചെയ്യുന്ന ഒരു വള്ളംകളിയാകും നടക്കുക. അതിനൊപ്പം തന്നെ പുതിയ ജലരാജാവ് ഉണ്ടാകുമോ, അതോ 6ാമത്തെ ട്രോഫി വീണ്ടും പള്ളാത്തുരുത്തിക്ക് തന്നെ പോകുമോ? പരമ്പരാഗത വൈരികളായ UBC, വില്ലേജ് ബോട്ട് ക്ലബ്ബ്, അങ്ങനെ പേരെടുത്ത് പറയേണ്ട ജലരാജാക്കന്മാർ, തലപ്പൊക്കമുള്ള ജലരാജാക്കന്മാർ, ജലപ്പൊക്കമുള്ള ജലരാജാക്കന്മാർ, അവരൊക്കെ എത്തുന്ന നാളത്തെ വള്ളംകളിയുടെ അവസാന വട്ടത്തിന്റെ ആവേശത്തിലാണ് പുന്നമട ആകെ. വിജയകുമാർ. യെസ്, PBC 6ാം കിരീടം നേടുമോ? തുടർച്ചയായ 6ാം കിരീടം നേടുമോ? അതോ UBC കൈനകരി അതിൻ്റെ പഴയ പ്രഭാവത്തിലേക്ക് തിരിച്ചു വരുമോ? വില്ലേജ് ബോട്ട് ക്ലബ്ബ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? അങ്ങനെ ചോദ്യങ്ങൾ പലതാണ്. ശ്യാം സൂചിപ്പിച്ചതുപോലെ ഓളപ്പരപ്പിൽ നാളെ എന്തായാലും തീപിടിക്കും. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഇന്ന് പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത 2 ജഡ്ജിമാർ ആരൊക്കെയാണ്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24ഉം മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകും. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.